നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ബദാമിനെയാണ്. വളരെ പോഷകമൂല്യമുള്ള ഒരു ആഹാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ധാതുപുഷ്ടികരവും ശുക്ലവർദ്ധകവുമായിട്ടാണ് കണക്കാക്കുന്നത്. റോസേസി കുടുംബത്തിൽപ്പെടുന്ന പ്രൂണസ് അമിഗ്ഡാലിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ ഇതിനെ നേത്രോപമം ഫല, ബദാമ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ബദാം രണ്ടു തരത്തിലുണ്ട്, പുളിപ്പുള്ളതും മധുരമുള്ളതും. പുളിപ്പുള്ളത് വിഷമായിട്ടാണ് കണക്കാക്കുന്നത്, കാരണം അതിൽ ഹൈഡ്രോസനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒരു ഇടത്തരം വൃക്ഷമാണിത്. ഇലകൾക്ക് അയതാകൃതിയാണ്, ഇളം പച്ച കളറാണ്. പൂക്കൾ വളരെ ചെറുതാണ്. പുഷ്പങ്ങൾക്ക് പൊതുവെ വെളുത്ത നിറമാണ്, എന്നാലും ലേശം ചുവപ്പ് കലർന്നും ഇരിക്കും. ഫലങ്ങൾ ഡ്രൂപ്പുകളാണ്. പച്ചയായിരിക്കുമ്പോൾ പുളിപ്പുള്ളതും പാകമാകുമ്പോൾ പുളിപ്പുള്ളതും മധുരമായും ഇരിക്കും. ഇതിൻ്റെ പരിപ്പാണ് നമ്മളെ ബദാമായി ഉപയോഗിക്കുന്നത്. കട്ടിയുള്ള കവചത്തിനുള്ളിലെ വെളുത്ത പരിപ്പാണ് ബദാം. മധുരമുള്ള ബദാമിൽ ആൽമണ്ട് ഓയിൽ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഫലവും വിത്തുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇത് വാതരോഗങ്ങൾ ശമിപ്പിക്കുന്നു, ശരീരശക്തി വർദ്ധിപ്പിക്കും, നിറം നന്നാക്കും. ഇതിൻ്റെ കൂടുതൽ ഔഷധ വിവരങ്ങൾ നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതാണ്.